എന്റെ വരുമാനം എങ്ങനെയും നിർത്തണമെന്ന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന കുറച്ച് പേരാണ് ഈ സബ്സ്ക്രിപ്ഷന്റെ വീഡിയോസ് എടുത്ത് പുറത്തു വന്നത്. ഇവന്മാരെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ലജ്ജയാണ് തോന്നുന്നത്. കാരണം വെറും വൃത്തികെട്ട പരിപാടിയിൽ നിന്ന് വൃത്തികെട്ട പരിപാടിയാണ് ഈ ചെറ്റകളായിട്ടുള്ള കുറച്ച് പേര് ബ്ലോഗേഴ്സ്. ഇവന്മാരെ എന്റെ സബ്സ്ക്രിപ്ഷനിൽ കയറിയിട്ട് ചെറ്റകൾ അത് ആസ്വദിച്ചിട്ട് പുറത്തു വിടും. ഇവന്മാരെ എന്താണ് പറയുന്നത്? എന്റെ പ്രൊമോഷനായിട്ട് ഞാൻ കാണും. വരുമാനം നിർത്തണമെന്നൊന്നും നമുക്കില്ല. പിന്നെ രേണു പറയുന്നുണ്ട് ചെറ്റകള് ലജ്ജാവഹമാണെന്ന്. ഈ എന്റെ വീഡിയോ എടുത്ത് എന്റെ സബ്സ്ക്രിപ്ഷനിലുള്ള വീഡിയോകൾ എടുത്ത് പുറത്ത് വിടുന്നത് ലജ്ജാവഹമാണ്, എനിക്ക് ലജ്ജയാണ് തോന്നുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിപ്പോ രേണു ഇപ്പം സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കണ്ടിട്ട് നമുക്കൊരു ലജ്ജം തോന്നില്ലേ? രേണു എന്താ പറയുന്നത്? വളരെ നല്ല കാര്യങ്ങളാണ് സബ്സ്ക്രിപ്ഷനിൽ കാണിക്കുന്നത്. നമുക്കൊക്കെ കാണുമ്പോഴത്തേന്, അതായത് പുറത്തുള്ള ആൾക്കാരൊക്കെ കാണുമ്പോഴത്തേന് രേണുവിനെ അഭിനന്ദിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് രേണു സബ്സ്ക്രിപ്ഷനിൽ കാണിക്കുന്നത്. അതുകൊണ്ടാണ് രേണു ഇപ്പൊ ഇങ്ങനെ പറയുന്നത് അല്ലേ? അങ്ങനെയാണോ ഗൈസ്? എന്താ രേണു സബ്സ്ക്രിപ്ഷനെ കാണിക്കുന്നത്? എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? കൈ കാണിക്കുന്നത്, കാല് കാണിക്കുന്നത്, ചെരുപ്പ് കാണിക്കുന്നത്, പിന്നെ ഇതൊന്നും ലജ്ജാവഹമായിട്ടുള്ള കാര്യങ്ങളല്ല. നമുക്കാണ് ലജ്ജ ഉണ്ടാകുന്നത്. ചെറ്റ സ്വന്തമായിട്ടുള്ള പേര് തന്നെ വിളിക്കുന്നത്. ഇല്ല, ദുബായിൽ വെച്ച് വിളിച്ചാൽ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഒരു എന്താ പറയാ, നമ്മൾ ഇതുവരെ ചിന്തിച്ച പോലെ അല്ലാത്ത ഒരു പെട്ടെന്നൊരു നമുക്കൊരു ഇത് വരുമ്പോഴത്തേനും നമ്മളത് സ്വയമായിട്ട് നമ്മൾ വിളിക്കാതെ ശലിക്കാതെ ഇരുന്നാൽ പോലെ അതല്ലേ നല്ലത്. ഞാൻ വിളിച്ചില്ല, എന്നെ വിളിച്ചില്ല, ഞാൻ വിളിച്ചില്ല. ഞാൻ ഇനി എന്തായാലും അങ്ങോട്ട് കയറി ശല്യം ചെയ്യാൻ പോകും. ആരും വിളിച്ചില്ല. രേണു ഇപ്പോ കിച്ചുവിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ദിവസത്തിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ രേണുവിന്റെ കൂടെ നടക്കുന്ന യൂട്യൂബേഴ്സ് ആയാലും ആരായാലും അവര് കിച്ചുവിനെ കുറിച്ച് ചോദിക്കും. ഒരു ദിവസത്തിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ഈ ഒരു വീഡിയോ വരുന്നതായിരിക്കും. കിച്ചുവിനെ വിളിച്ചോ, കിച്ചുവായിട്ട് സംസാരിച്ചോ, കിച്ചുവിനോട് എന്താണ്, അതാണ്, ഇതാണ്. എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോഴത്തേന് അത് ആളുകളിലേക്ക് കൂടുതൽ എത്തപ്പെടും, കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കും. അതൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഈ കിച്ചുവിന്റെ കാര്യം കൂടെ ഇങ്ങനെ കേട്ടുന്നത്. എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഈ സുധിയുടെ വീട്ടുകാരുമായിട്ടൊന്നും രേണുവിന് യാതൊരു അടുപ്പമില്ല. ഇടയ്ക്കെങ്ങാണ്ട് ഇപ്പൊ ഈ രേണുവിന്റെ ഇങ്ങനെയുള്ള ഇതെല്ലാം വൈറലൊക്കെ ആയ സമയത്ത് ഒരു വീഡിയോയിൽ കാണിച്ചായിരുന്നു രേണു സുധിയുടെ വീട്ടിൽ പോകുന്നതും സുധിയെ അമ്മയെ കെട്ടിപ്പിടിക്കുന്നതും സുധിയുടെ അമ്മയുടെ സംസാരിച്ചിരിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതായിട്ടൊക്കെ കാണിച്ചായിരുന്നു. എനിക്ക് തോന്നുന്നുണ്ട് അതൊക്കെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരുന്നെന്ന്. ഇവർ തമ്മിൽ, അതായത് സുധിയുടെ അമ്മയായിട്ട് രേണു വലിയ അടുപ്പമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. അതല്ലേ ഇപ്പോ കിച്ചുവായിട്ട് കിച്ചുവിനെ വിളിക്കുന്നില്ല, പറയുന്നില്ല എന്നുണ്ടെങ്കിലും ഇപ്പോ സുധിയുടെ അമ്മയായിട്ട് രേണുവിന് ഒരു അടുപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യത്തില്ലേ? ഇപ്പൊ സുധിയുടെ അമ്മയെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യത്തില്ലേ? ഇപ്പൊ രേണു ഇങ്ങനെ ഇവര് ചോദിക്കുവാണ്, നിങ്ങൾ രേണു ഇപ്പം കിച്ചുവിനെ വിളിക്കാറുണ്ടോ, പറയാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രേണു പറയില്ലേ? അവരുമായിട്ട് നല്ല ഒരു അടുപ്പം ഉണ്ടെങ്കിൽ രേണു പറയില്ലേ, ഇല്ല കിച്ചുവിനെ ഞാൻ വിളിക്കാറില്ല, കിച്ചു എന്നെ വിളിക്കാറില്ല, പക്ഷേ സുധിച്ചേട്ടന്റെ അമ്മയെ ഞാൻ വിളിക്കാറുണ്ട്, സുധിച്ചേട്ടന്റെ അമ്മ എന്നെ വിളിക്കാറുണ്ട്, ഞങ്ങൾ സംസാരിക്കാറുണ്ട് എന്നൊക്കെ പറയത്തില്ലേ? പക്ഷെ ഒരു പ്രാവശ്യം പോലും രേണു പറഞ്ഞിട്ടില്ല സുധിയുടെ അമ്മ വിളിക്കാറുണ്ടെന്നോ സുധിയുടെ അമ്മയായിട്ട് സംസാരിച്ച കാര്യങ്ങളോ ഒന്നും പറയാറില്ല. ഇപ്പൊ അടുത്ത സമയത്ത് അവിടെ ഒരു ജ്വല്ലറിയുടെ അവിടെ കൊല്ലത്തിനടുത്ത് തന്നെ കിളിമാനൂരം കണ്ടാന്ന് തോന്നുന്നുണ്ട്, ഒരു ഉദ്ഘാടനത്തിന് പോയപ്പോഴും ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിലോ മറ്റോ ഉദ്ഘാടനത്തിന് പോയപ്പോൾ ചോദിച്ചായിരുന്നല്ലോ രേണുവിനോട് സുധിയുടെ വീട്ടിൽ പോകുന്നുണ്ടോ എന്ന്. അപ്പൊ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അത്ര അടുക്ക പോകണമെങ്കിൽ രേണുവും സുധിയുടെ അമ്മയായിട്ട് നല്ലൊരു റിലേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ പോകില്ലായിരുന്നു, സുധിയുടെ അമ്മയെ കാണാൻ പോകുമായിരുന്നു, സുധിയുടെ അമ്മയെ കണ്ടിട്ട് വരില്ലായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇവര് തമ്മിൽ അത്ര വലിയ അടുപ്പമൊന്നുമില്ല. പിന്നെ അങ്ങ് ഈ മീഡിയക്കാരോടങ്ങ് കിച്ചുവിനെ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്, കിച്ചുവിന് പൈസകൾ കൊടുക്കുന്നുണ്ട്, കിച്ചു എന്നെ ദിവസം വിളിക്കുന്നുണ്ട്, എടുക്കുന്നുണ്ടെന്നൊക്കെ ഈ മീഡിയയിൽ ചുമ്മാതെ അങ്ങ് പറയുമായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് സുധിയുടെ വീട്ടിൽ പോയതും എല്ലാം ഒരു പ്രഹസനമായിരുന്നെന്നാ തോന്നുന്നത്. ഇവരാരെങ്കിലും ആ സസ്പെൻഷന് പണി തരുമെന്ന് തോന്നുന്നു. എന്ത് പണി തരാനോ? എന്താ പണി തന്നാൽ തന്നു, അത്രേ ഉള്ളൂ. എനിക്ക് മുന്നും പിന്നെ നോക്കാനില്ലാത്ത ഒരാളാണ് ഞാൻ. ജീവിക്കുന്നതിന്റെ ഒരു ഇതിലാണ് അങ്ങ് ജീവിച്ചു പോകുന്നത്. അപ്പം എനിക്കിനി ഒന്നും നോക്കാനില്ല. ഉള്ളപ്പോ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. മുന്നും പിന്നെ നോക്കാൻ എനിക്കില്ല. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മുന്നും പിന്നെ നോക്കാനില്ല എന്ന്. മുന്നും പിന്നെ നോക്കാനില്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള വഴിഞ്ഞാടിയുള്ള വീഡിയോകളെല്ലാം അതിനകത്ത് ഇടുന്നത്. ഇപ്പോ ആരെയും പേടിക്കണ്ട, സ്വന്തം അമ്മയെ പേടിക്കണ്ട, അച്ഛനെ പേടിക്കണ്ട, ഭർത്താവില്ല, മക്കളെ പേടിക്കണ്ട. പ്രായപൂർത്തിയായിട്ടുള്ള 22 വയസ്സായ ഒരു മോനെ കണക്ക് കാണുന്ന, ഒരു മോന്റെ സ്ഥാനത്ത് കാണുന്ന ഒരാളുണ്ട്. ആ പയ്യനെ പേടിക്കണ്ട, ആരെയും പേടിക്കണ്ട. എന്ത് വേണമെങ്കിലും സബ്സ്ക്രിപ്ഷനിൽ കാണിക്കാം, എന്ത് തുണി ഉരിഞ്ഞോ, എന്ത് വേണമെങ്കിലും എന്താംഗങ്ങൾ കാണിച്ചോ, എന്ത് വേണമെങ്കിലും കാണിക്കാമെന്ന് ഇതിനോട് പറയുകയാണ്. എനിക്ക് മുന്നും പിന്നെ നോക്കേണ്ട കാര്യമില്ല. ഞാൻ എന്റെ സബ്സ്ക്രിപ്ഷൻ പോകുന്നെങ്കിൽ പോകട്ടെ, ഞാൻ അടുത്തത് തുടങ്ങും.
അതാണ് രേണുവിൻ്റെ ഇപ്പോഴത്തെ ഒരു പോക്ക്. പോന്നെങ്കിൽ പോട്ടെ, എന്ത് നോക്കാനാ. എനിക്ക് തോന്നുന്നുണ്ട് രേണുവിന് ചെറിയ പേടിയുണ്ട്, പണി കിട്ടിയോ എന്നൊരു സംശയമുണ്ട്. ഇനി ആരെങ്കിലും എന്തെങ്കിലും സബ്സ്ക്രിപ്ഷനെ പറ്റി റിപ്പോർട്ട് വല്ലതും കൊടുത്തോ എന്തോ സംതിങ് ഉണ്ട്, അതാണ് ഇത്രയ്ക്ക് ഇങ്ങനെ പറയുന്നത്. പോന്നെങ്കിൽ അങ്ങ് പോകട്ടെ, എനിക്ക് എന്താവാനാ അതാ ഇതാന്നൊക്കെ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. അപ്പം മുന്നും പിന്നെ നോക്കാനില്ല എന്ന് സബ്സ്ക്രിപ്ഷനുള്ള വീഡിയോകളൊക്കെ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് മുന്നും പിന്നെ നോക്കുന്നില്ല എന്നുള്ള ആരെ പേടിക്കണം അല്ലേ. എനിക്കൊരു സംശയം, രേണുവിന്റെ എല്ലാ വീഡിയോയ്ക്കകത്തും, അതായത് ആൽബം ആയാലും ഇത് ഷോർട്ട് ഫിലിം ആണെന്നാ പറയുന്നത് പുതിയതിപ്പോ, എല്ലാത്തിനകത്തും കെട്ടിപ്പിടിപ്പ് ഉമ്മപ്പ് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നും ഇല്ലേ. എല്ലാത്തിനകത്തും കെട്ടിപ്പിടിപ്പ് തന്നെ. എനിക്ക് തോന്നുന്നുണ്ട് ഒരു പിന്നെ ഏതെങ്കിലും ഒരു ആൽബത്തിന് പോകുന്നതിന് മുന്നേ രേണു പറയും എനിക്ക് ഇത്ര കെട്ടിപ്പിടുത്തം വേണം, എനിക്ക് ഇത്ര ഉമ്മോടുപ്പ് വേണമെന്ന്. അല്ല, കുറച്ച് ദിവസം മുന്നേ രേണു അല്ലേ വന്ന് പറഞ്ഞത് അതിനകത്ത് കെട്ടിപ്പിടിക്കണമെന്ന് പറഞ്ഞ് ലിപ് ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞാൻ പിന്മാറി, എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ രേണു ഒന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ ഏതോ ഒരു സംവിധായകന്റെ പേരിൽ, വിപിൻ അയാളുടെ പേരിൽ. അപ്പോ അന്നൊന്നും കുഴപ്പമില്ലായിരുന്നു രേണു. ഇപ്പൊ ആണ്ടെ കെട്ടിപ്പിടിക്കുന്ന ഉമ്മ കൊടുക്കുന്ന. അപ്പൊ ഇപ്പൊ അതൊക്കെ ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ലായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നുണ്ടേ രേണുവിന് ഇഷ്ടപ്പെട്ട നായകനല്ലായിരുന്നായിരിക്കും അതിനകത്ത്. നമുക്കൂടെ ഇഷ്ടപ്പെട്ട ഒരാളെ ആയാലല്ലേ കെട്ടിപ്പിടിക്കാനൊക്കെ പറ്റത്തുള്ളൂ. അതിനകത്ത് ഹീറോ രേണുവിന് ഇഷ്ടപ്പെട്ട ആളല്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു രേണു അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ആൽബത്തിൽ നിന്ന് പിന്മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ ഇനി ആ ആൽബത്തിലെ സംവിധായകനും രേണുവും തമ്മിൽ ഒത്തുകളിച്ച ഒരു കളിയായിരുന്നോ രണ്ടുപേർക്കും വൈറലാവാൻ വേണ്ടിയിട്ട്. രേണു എന്തായാലും വൈറലാണ്. ഈ അതിൽ ആ സംവിധായകൻ വിപിൻ അയാൾ കുറേ ആൽബങ്ങളും കുറേ ഇതൊക്കെ എടുത്തണൊക്കെ ഒന്നും അങ്ങോട്ട് വൈറലായി കിട്ടുന്നില്ല. അപ്പോൾ വൈറലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പരിപാടി, ഇങ്ങനെ ഒരു നാടകം കളിച്ചതാണോ രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ടെന്ന് സംശയമുണ്ട്. എന്തായാലും രേണുവിന്റെ ആൽബത്തിലും ഷോർട്ട് ഫിലിമിലും കെട്ടിപ്പിടിപ്പും ഉമ്മൊപ്പും കള്ളുകുടിയും നല്ലതുപോലെ ഉണ്ടാവും. യൂട്യൂബിൽ കാണുന്ന പോലെ അല്ല യൂട്യൂബർമാർ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കുന്നത്. അത് വെറും പച്ച അപരാധം എന്ന് പറയാം. അങ്ങനെ തന്നെ പറയാം, പച്ച അപരാധമാണ് അവന്മാർ കാണിക്കുന്നത്. എനിക്ക് കുഴപ്പമില്ല, അതെനിക്ക് പ്രൊമോഷനായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. സബ്സ്ക്രിപ്ഷൻ കൂടുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ ഇപ്പോഴും നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നിൽക്കുന്നുണ്ട്, അവരെന്നോട് സംസാരിക്കുന്നുണ്ട്. എനിക്കത് മതി. ഇപ്പൊ എന്തോ ഒരു വേർഡ് പറഞ്ഞല്ലോ, അതാണെന്ന് പറഞ്ഞ് ഈ സബ്സ്ക്രിപ്ഷനിൽ കാണിക്കുന്നതും അത് തന്നെ അല്ലേ. പിന്നെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് അല്ലെ? പിന്നെ പറയുന്നുണ്ട് എനിക്ക് ഇതൊരു പ്രമോഷനാണ്. പ്രമോഷൻ ആണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ കൂടെ പറയുന്നത്? അവര് ചെറ്റകളാണ്, അവര് അങ്ങനത്തെ ഉള്ളവരാണ്, ഇങ്ങനത്തെ ഉള്ളവരാണ്, അത് കാണിക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്തിനാ പറയുന്നേ? ഒരു നല്ലൊരു പ്രമോഷൻ അല്ലയോ രേണു? പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നല്ല കാര്യമല്ലയോ അവര് ചെയ്യുന്നത്? ജെയിംസ്, എനിക്ക് ഒരു ആഗ്രഹം, വെറുതെ ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടി നല്ലോണം ഞാൻ അഭിനയിക്കുമെന്ന്. ഇതിന് എന്താ ഒരു അഭിനയം! ഞാനും ഇങ്ങനെ എൻ്റെ ഷോർട്സിലും കുറച്ച് അഭിനയങ്ങളും കാര്യങ്ങളും ഒക്കെ ഇടുന്നുണ്ടേ. അപ്പൊ ഇതിനെയും കാട്ടി നല്ലതുപോലെ ഞാൻ അഭിനയിക്കുമെന്ന് തോന്നുന്നുണ്ട്. ആൾക്കാരൊക്കെ പറയുന്നതാണ്. എന്തോ എന്തായാലും ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇതിനെയും കാട്ടിയൊക്കെ ഇതൊക്കെ എൻ്റെ മുഖത്ത് വരാറുണ്ടെന്ന്. ഇതെന്തുവാ ഇത്? കട്ട് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അവർക്ക് തന്നെ അറിയാം അവർ അഭിനയിക്കുന്നത് ശരിയാവുന്നില്ല. കട്ട് ചെയ്യ്. ഇതെല്ലാം ഷൂട്ട് ചെയ്ത് ഇങ്ങനെ ചെറിയ ചെറിയ റീൽസ് ആക്കി ഇടുന്ന ഈ രേണുവിന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള യൂട്യൂബർമാരെ വേണം പറയാൻ. എന്താ മിക്സിംഗ് ആണോ? എന്താണ് എന്ത് മിക്സിംഗ് ആണോ? എല്ലാം ഒറിജിനൽ. അതെ, കേൾക്കുന്നില്ലേ കഥകളൊക്കെ? അടി കൊടുത്ത് വടി മേടിച്ചതല്ലേ? അല്ലല്ലോ, സോറി, വടി കൊടുത്ത് അടി മേടിച്ചതല്ലേ? അങ്ങോട്ട് പറഞ്ഞു കൊടുത്തതല്ലേ ഞാൻ കുടിക്കും, ഞാൻ മിക്സ് ചെയ്ത് കഴിക്കും, എന്റെ ഹോട്ടൽ റൂമിൽ വരും. ഇപ്പോഴിതും ഒരു ഹോട്ടൽ റൂം തന്നെ ആണെന്ന് തോന്നുന്നുണ്ട്. അവിടെ വരും, ഞാൻ കഴിക്കും കുടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഇപ്പൊ ഈ ചോദ്യം വന്നത്. ഇപ്പൊ കേൾക്കുന്നില്ലേ എന്തിനാ പറയുന്നത്? കൊണ്ടിട്ട് കൊടുത്തതല്ലേ? ദേ നിങ്ങൾ പിടിച്ചോ, നിങ്ങൾക്ക് അവസരം വരുമ്പോ എന്നോട് തിരിച്ചു ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടിട്ട് കൊടുത്തതല്ലേ. പിന്നെ ഇപ്പൊ എന്തിനാ ഇങ്ങനെ പറയുന്നേ? കേട്ടോ, ഒരു കോള കുടിച്ചപ്പോ തന്നെ ചോദിക്കുന്നു മിക്സിംഗ് ആണെന്ന്. പച്ചവെള്ളം കുടിച്ചാലും ഇനി ആൾക്കാർ ചോദിക്കും വോഡ്ക്കയാണെന്ന്. നോക്കിക്കോ. പച്ചക്കല്ല, നീലക്ക ഞങ്ങൾ തല്ലുകൂടാറ്. ഞങ്ങൾക്ക് നീലയിൽ സെഷൻ മസാല കൂടുതലായി കഴിച്ചിട്ടില്ലേ? നീലക്കാണ് മസാല കൂടുതൽ, നീലലേസിന് കഴിച്ചിട്ടില്ലേ നിങ്ങൾ? ശരി, മസാലയാണ് കൂടുതൽ കഴിക്കുന്നത്. ഞാൻ മസാല കൂടുതലുള്ള കഴിക്കത്തുള്ളൂ. നിങ്ങളെ പറയൂ, മസാല കൂടുതലുള്ള ഏതിലാ?
മസാല കൂടുതലുള്ളതേ ഞാൻ കഴിക്കൂ, മസാല കൂടുതലുള്ളതിൽ ഞാൻ അഭിനയിക്കൂ, അതാണ് ഞാൻ. പച്ചയിലാണോ മഞ്ഞയിലാണോ ചുവപ്പിലാണോ മസാല കൂടുതലുള്ളത് എനിക്കറിയില്ല, ഞാൻ കഴിക്കാറില്ല. സങ്കടമാണ്, ഭയങ്കര സങ്കടമാണ്. നിന്റെ മുഖത്ത് സന്തോഷമാണ്. അതിപ്പോ ചിരിക്കുവാണോ ചെയ്യുന്ന അറിയണോ? സങ്കടം എന്ന് പറയുമ്പോ ഇങ്ങനെ തല തല്ലിക്ക് അറിയല്ലേ വേണ്ടുന്നേ. സങ്കടം എന്ന് പറഞ്ഞപ്പോ ചിരിക്കുക, ഇതാണ് സങ്കടമായിട്ട് അഭിനയിക്കുന്നത്. ഞാൻ അഭിനയിച്ച് കാണിച്ചു തരായിരുന്നു, എന്നെ വിളിച്ചില്ലല്ലോ. വിളിച്ചാലും പോത്തില്ല കേട്ടോ. നടന്മാരൊക്കെ വൈറലാകാൻ രേണുസുതി വേണം. പിന്നെ ഇങ്ങോട്ട് വിവാദമൊക്കെ കത്തി കുരുമ്പിരി കൊള്ളുന്നതുകൊണ്ട് ചിലവർക്ക് അഭിനയിക്കാൻ ബുദ്ധിമുട്ട് കാണും. അതിന് പല ഒഴിവ് കഴിവുകളൊക്കെ പറഞ്ഞ് ചില ആളുകളല്ല ചില ആൾക്കാർ പൂവൊന്നുമില്ല, ചില പുളു തരേണ്ട പൈസ ഒന്നുമില്ല. ആൽബത്തിലെ നായകനാണോ ഉദ്ദേശിച്ചത്? ഞാൻ അങ്ങനെ ആരെയും വ്യക്തിപരമായിട്ട് ഞാൻ ടോർച്ചർ ചെയ്യുന്ന ആളല്ലല്ലോ, വ്യക്തിപരമായിട്ട് കുത്തി സംസാരിക്കുന്ന ആളല്ലല്ലോ ഞാൻ. പറഞ്ഞു ഗൈസ്, രേണുവിനോട് അഭിനയിക്കാൻ ഒരു നടന്മാരും ഇപ്പൊ തയ്യാറല്ല. രേണുവിനോട് അഭിനയിച്ചാൽ വൈറലാകും, വൈറലാകാനായിട്ട് രേണു വേണം. പക്ഷേ അഭിനയിക്കാൻ ആരും തയ്യാറല്ല. എന്താണ് കാരണം? രേണുവിന്റെ കൂടെ അഭിനയിക്കാൻ വയ്യ ഗൈസ്. എന്താണ് ഇപ്പോൾ വിവാദങ്ങളെല്ലാം കത്തി കൊടുമ്പിരി കൊണ്ട് നിൽക്കുമല്ലേ. അതുകൊണ്ട് ഒരു നായകന്മാരും ഇപ്പോൾ രേണുവിനോട് അഭിനയിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് എവിടെയെങ്കിലും കിടക്കുന്ന ആരെങ്കിലും കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ രേണുവിന്റെ നായകനാക്കുന്നത്. കഷ്ടം. സൗന്ദര്യം കൂടുന്നതിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? കൂടുന്നുണ്ടോ ചേട്ടാ? ചേട്ടൻ തോന്നുന്നുണ്ട്. അതെ, നന്നായിട്ട് രഹസ്യമൊന്നുമില്ല. ഉടുത്ത് വരുന്നല്ലേ മൂക്കൊക്കെ ചോന്നിരിക്കുന്നു. ഇല്ലെങ്കിലും മറ്റു പലയിടത്തെയും സൗന്ദര്യം നല്ലതുപോലെ ക്യാമറാമാൻമാർ ഒപ്പിയെടുക്കുന്നുണ്ട്. വേറെ പലയിടത്തും നല്ല സൗന്ദര്യമുണ്ട്. മുഖത്ത് സൗന്ദര്യം കൂടി വരുന്നോ ഇല്ലയോ അതറിയില്ല, പക്ഷെ മറ്റു പലയിടത്തും സൗന്ദര്യം കൂടി വരുന്നുണ്ട്. ക്യാമറാമാൻ അത് നല്ലതുപോലെ കാണിച്ചു തരുന്നുണ്ട് എല്ലാവർക്കും. കാരണം സബ്സ്ക്രിപ്ഷനിലൊക്കെ ആള് കൂടണ്ടേ, അതിന് വേറെ മറ്റു പല സ്ഥലങ്ങളിലും സൗന്ദര്യം കൂട്ടി വെച്ചല്ലേ പറ്റൂ. എന്ത് കണ്ടിട്ടാണ് ചോദിക്കുന്നത് സൗന്ദര്യം കൂടുന്നുണ്ടോ എന്ന്? കൂടുന്നുണ്ട്. നല്ല സൗന്ദര്യമുണ്ട്. രേണുവിന്റെ സൗന്ദര്യത്തെ കുറിച്ച് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും രേണുവിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണെന്ന്. ലക്ഷങ്ങൾ വില വരും. എത്ര കോടി വരും? എന്നാലും എന്റെ ചേച്ചി ചേച്ചിയുടെ സ്നേഹ സമ്മാനമാണോ? അവളുടെ എന്തോ പണി അറിയില്ല. കാലിന് ഫാൻസാ. ഭയങ്കര ആരാധകരാണ് ചേച്ചി. കാലല്ലെങ്കിൽ എപ്പോഴും തന്നെ കൊലസിന് ആരാധകരില്ലെങ്കിലും കാലിന് ഭയങ്കര ആരാധകരാണ് ചേച്ചി. എന്ത് ചെയ്യാം, എന്റെ മുഖത്തും കണ്ടിട്ടല്ല ആരാധകർ എന്നെ ഇഷ്ടപ്പെടുന്നത്. എന്റെ കാല്, എന്റെ കായ് വിരലുകൾ, പിന്നെ മറ്റു പല സ്ഥലങ്ങളും കണ്ടിട്ടാണ് എന്നെ പലരും ഇഷ്ടപ്പെടുന്നത്. കാലാണ് ഏറ്റവും മെയിൻ. കാല് എന്നിട്ട് ചോദിക്കുന്ന വൃത്തിയുണ്ടോ എന്ന്. ഈ കാല് കണ്ടിട്ട് ആരാണാവോ? വേണ്ട എന്റെ ദൈവമേ, കാലിന് ആരാധകര് ആദ്യമായിട്ടായിരിക്കും കാലിനെയൊക്കെ ആരാധിക്കുന്നതൊക്കെ അല്ലേ. ഞാനൊരു ഷോർട്സ് അല്ല, ഞാൻ റീൽസ് കണ്ടതാണ്, ഞാനത് എടുത്തിട്ടില്ല. ഒരാള് കാലിന്റെ, രേണുവിന്റെ കാലാണോ അതോ മറ്റാരുടെയെങ്കിലും കാലാണോ എന്ന് അറിയത്തില്ല, ഫോണിന്റെ ഇങ്ങനെ സ്ക്രീൻ സെർവറിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കമന്റ് ചെയ്ത് ചോദിക്കുന്നു, ചേച്ചി കാലിന്റെ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരുമോ ദേവി? നോട്ട് ചേച്ചി, സോറി ചേച്ചിയല്ല, ദേവി, എനിക്ക് കാലിന്റെ ഒരു ഫോട്ടോ തരുമോ ദേവി? എനിക്ക് ആരാധിക്കാനും വെച്ച് പൂജിക്കാനും ആണെന്ന്. അപ്പോൾ നമ്മുടെ ദേവി എന്താ കൊടുത്തേക്കുന്നതെന്നറിയാമോ? രേണു ദേവി. ഭക്തേ അതോ ഭക്തവത്സലാന്നോ, ഭക്തേന്നാന്ന് തോന്നുന്നുണ്ട്, ഭക്തേന്ന്. രേണു ഒരാൾ ദൈവമായിട്ട് മാറുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നാളെ ഒരു സമയത്ത് രേണുവിൻ്റെ അമ്പലത്തിൽ പോയി, രേണു ദേവിയായിട്ടിരിക്കുന്ന അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ടി വരുമോ? എന്താ ഗതികേട്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റിലൂടെ പറയൂ. അപ്പം നമുക്ക് നാളെ കാണാം. പുതിയ